BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. റഷ്യയുമായുള്ള ദീർഘകാല ബന്ധം ശക്തമാക്കിക്കൊണ്ട് ബഹ്റൈൻ 7 കരാറുകളിൽ ഒപ്പുവച്ചു. മോസ്കോയിലെ ഗ്രാൻഡ് ക്രെംലിൻ കൊട്ടാരത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഹമദ് രാജാവുമായി നടന്ന ചർച്ചകളെ തുടർന്നാണ് സഹകരണം ശക്തമാക്കാനുള്ള തീരുമാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 35ാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കാനിരിക്കെയാണ് സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നയതന്ത്രപരമായ തീരുമാനം. ബഹ്റൈൻ ആതിഥേയത്വം വഹിച്ച 33ാമത് അറബ് ഉച്ചകോടിയുടെ ഫലങ്ങളെക്കുറിച്ച് അറിയാനുള്ള തന്റെ താൽപര്യം പ്രകടിപ്പിച്ച റഷ്യൻ പ്രസിഡന്റ് നിക്ഷേപ വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന പ്രഖ്യാപനവും നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ 30 വൻകിട പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. $500 ദശലക്ഷം നിക്ഷേപ പാക്കേജുമുണ്ടെന്ന് പുടിൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക സഹകരണവും ശക്തിപ്പെടുത്തും. അടുത്ത വർഷം ബഹ്റൈനിൽ റഷ്യൻ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ സഹകരണം നിലവിലുണ്ട്. തന്നെ ക്ഷണിച്ച റഷ്യൻ പ്രസിഡന്റിന് നന്ദി പറഞ്ഞ ഹമദ് രാജാവ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അറബ് ഉച്ചകോടി സംബന്ധിച്ച് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുകയാണെന്നും വ്യക്തമാക്കി. അറബ് രാജ്യങ്ങൾ ലക്ഷ്യം വെക്കുന്ന പരിപാടികളോടുള്ള റഷ്യയുടെ പിന്തുണയെയും ഐക്യദാർഢ്യത്തെയും ഹമദ് രാജാവ് അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര സമാധാന സമ്മേളനം സംഘടിപ്പിക്കാനുള്ള അറബ് ഉച്ചകോടി തീരുമാനത്തെ രാജാവ് എടുത്തു പറഞ്ഞു. ബഹ്റൈനിൽ ഈ സമ്മേളനം നടത്തണമെന്നാണ് താൽപര്യം. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനും സിവിലിയന്മാർക്ക് മാനുഷിക സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ലഭ്യമാക്കുന്നതിലും റഷ്യൻ സഹായത്തിനും ഇടപെടലിനും അതീവ പ്രാധാന്യമുണ്ട്. ഇക്കാര്യത്തിൽ ആശാവഹമായ തീരുമാനമുണ്ടാകുമെന്ന ആത്മവിശ്വാസവും ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പങ്കുവച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്ളാദിമിർ പുടിനെ ഹമദ് രാജാവ് അഭിനന്ദിച്ചു. സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട ബഹ്റൈൻ റഷ്യൻ ആരോഗ്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ധാരണാപത്രം വിദേശകാര്യ മന്ത്രാലയം ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ സയാനിയും റഷ്യൻ ആരോഗ്യമന്ത്രി മിഖായൽ മുരാഷ്കോയും ഒപ്പുവച്ചു. ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയും റഷ്യൻ വ്യവസായ വാണിജ്യ മന്ത്രാലയവും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയവും റഷ്യൻ ഗതാഗത മന്ത്രാലയവും തമ്മിൽ ഗതാഗത കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര ഉത്തര ദക്ഷിണ ഗതാഗത ഇടനാഴിയിലൂടെയുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. റഷ്യൻ സീസൺ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസും റഷ്യൻ സാംസ്കാരിക മന്ത്രാലയവും തമ്മിൽ സഹകരിക്കും. സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റും റഷ്യൻ ക്രോസ് കോൺഗ്രസ് ഫൗണ്ടേഷൻ ഫോർ എക്സ്പെർട്ട് ആൻഡ് അനലിറ്റിക്കൽ വർക്കും കംചത്കയും തമ്മിൽ അപൂർവ ഇനം പക്ഷികളെ സംരക്ഷിക്കുന്നതിലും ധാരണാപത്രം ഒപ്പുവച്ചു. ഉഭയകക്ഷി നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും നയതന്ത്രജ്ഞരുടെ പ്രൊഫഷണൽ കഴിവുകൾ മെച്ചപ്പെടുന്നതിനും ലക്ഷ്യമിട്ട് വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലും സഹകരണം നടക്കും. നീതിന്യായ ഇസ്ലാമിക കാര്യ വഖഫ് മന്ത്രി നവാഫ് ബിൻ മുഹമ്മദ് അൽ മുഅദ ബഹ്റൈൻ സന്ദർശനത്തിനെത്തിയ മൊറോക്കൻ പണ്ഡിത സംഘത്തെ സ്വീകരിച്ചു. മൊറോക്കൻ പണ്ഡിത സഭാംഗം ഡോക്ടർ അൽ ഹസൻ സയ്യിദ് മുഹമ്മദ് അറാമൻ ഖുറാൻ സ്റ്റഡി ആൻഡ് റെസിറ്റേഷൻ അക്കാദമിയിലെ ലെക്ചററുമായ ഡോക്ടർ അബ്ദുൽ അസീസ് ഓൽ അസ്രി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പരസ്പര സഹകരണത്തിലുള്ള മേഖലകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തി. ഇസ്ലാമിക വിജ്ഞാന മേഖലയ്ക്ക് ഇരു പണ്ഡിതരും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സേവനം വലുതാണെന്നും മന്ത്രി പറഞ്ഞു. സന്തുലിത ഇസ്ലാമിക കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. മൊറോക്കൻ ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയവും ബഹ്റൈൻ നീതിന്യായ ഇസ്ലാമിക കാര്യ ഔഖാഫ് മന്ത്രാലയവും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്താൻ കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു. ആഭിചാരക്രിയ നടത്തി തട്ടിപ്പ് നടത്തിയ 2 പേർ കോടതി ശിക്ഷ വിധിച്ചു. 3 വർഷം തടവും 5000 ദിനാർ വീതം പിഴയുമാണ് ശിക്ഷ. മതപണ്ഡിതനാണെന്നും തനിക്ക് കഴിവുകളുണ്ടെന്നും ഇവരിൽ ഒരാൾ വാദിച്ചിരുന്നു. ദാമ്പത്യ പ്രശ്നങ്ങളും കുട്ടികളും മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് വാദിച്ചാണ് ഇയാൾ ആഭിചാരക്രിയ ചെയ്തിരിക്കുന്നത്. ഇതിനായി വലിയ സംഖ്യ കൈക്കലാക്കിയിരുന്നു. പരാതി ലഭിച്ചയുടൻ പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്യുകയായിരുന്നു. 12ാമത് GCC HRD സമ്മേളനം സംഘടിപ്പിച്ചു. ഒറിജിനൽ ഗ്രൂപ്പ് സംഘടിപ്പിച്ച സമ്മേളനം തൊഴിൽ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫ ഉദ്ഘാടനം നിർവഹിച്ചു. 20 പ്രമുഖരുടെ അവതരണങ്ങൾ നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ GCC അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും HRD രംഗത്തുള്ള 200-ലധികം പേർ സംബന്ധിക്കുന്നുണ്ട്. തദ്ദേശീയ യുവജന കഴിവുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത്. ഗൾഫ് തൊഴിൽ വിപണിയിലെ താൽപ്പര്യങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനുതകുന്നതുവരെ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമം കൂടുതൽ ശക്തമാക്കണമെന്നും അഭിപ്രായമുയർന്നു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അതുവഴി യുവാക്കളെ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉയർന്നു.
OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കിങ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജാലിസ് KK, ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പാനായി, ട്രഷറർ പ്രദീപ് മൂടാടി, കൺവീനർ വാജിദ് M എന്നിവർ സംബന്ധിച്ചു. IYCC മുഹറക്ക് ഏരിയ തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഹറക്ക് പ്രിയദർശിനി നഗറിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് രതീഷ് രവിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി റിയാസ് P സ്വാഗതം ആശംസിച്ചു. ദേശീയ സെക്രട്ടറി അലൻ ഐസക്, ട്രഷറർ നിതീഷ് ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സംഘടനാ ചർച്ചയ്ക്ക് മുൻ പ്രസിഡന്റ് അനസ് റഹീം നേതൃത്വം നൽകി. മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ ഏരിയ ഭാരവാഹികളെ യോഗം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കും. ഇതിനായി ധനവകുപ്പ് 900 കോടി രൂപ അനുവദിച്ചു. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 1 മാസത്തേക്കാണ് ബുധനാഴ്ച മുതൽ നൽകുന്നത്. നേരത്തെ 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്തിരുന്നു. വിഷു, ഈസ്റ്റർ, റമദാൻ കാലത്തായിരുന്നു വിതരണം. ഇതിനുശേഷം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടത്തിയിട്ടില്ല. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. നേരത്തെ ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാകില്ലെന്നും സഹായം മാത്രമാണെന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ക്ഷേമ പെൻഷൻ എത്രയാണ്, എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണ്. ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണമെന്നും ഹൈക്കോടതിയിൽ സർക്കാർ നിലപാടെടുത്തിരുന്നു. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽപ്പെടുന്നതല്ല ക്ഷേമ പെൻഷനെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുന്നതുവരെ KSEBയുടെ ജലവൈദ്യുതി ഉൽപ്പാദനം നാമമാത്രമായിരുന്നെന്ന് കണക്കുകൾ. 2024 ജനുവരിയിൽ ജലവൈദ്യുതി ഉൽപ്പാദന ഡാമുകളിൽ 2649 മില്യൺ യൂണിറ്റ് ജലമുണ്ടായിട്ടും വൈദ്യുതി ഉൽപ്പാദനം 174 MU മാത്രമായിരുന്നു. പ്രതിദിനം 20 MU വെച്ച് പ്രതിമാസം 600 MU വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളിടത്താണ് 1/3 മാത്രം ഉൽപ്പാദനം നടന്നത്. ഫെബ്രുവരിയിൽ 2317 MU വെള്ളമാണ് ഉണ്ടായിരുന്നിടത്ത് 334 MUവും മാർച്ചിൽ 1901 MU ഉണ്ടായിരുന്നിടത്ത് 414 MUവും മാത്രം ഉൽപ്പാദിപ്പിച്ചു. ഏപ്രിൽ പ്രതിസന്ധി ഉടലെടുത്തതോടെ 1406 MU ജലവിധാനത്തിൽ 495 MU ഉപയോഗിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. മെയ് മാസത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ 1216 മില്യൺ യൂണിറ്റ് സംഭരണത്തിൽ ഉൽപ്പാദിപ്പിച്ചത് 190 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ്. മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഇടത് കൈയിലെ 6ാം വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ കേസിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡ് യോഗം ജൂൺ 1 നടക്കും. കേസിൽ ഡോക്ടർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനും കുറ്റപത്രം സമർപ്പിക്കാനും പോലീസിന് മെഡിക്കൽ ബോർഡിന്റെ അനുമതി വേണം. 1 ചേരുന്ന ബോർഡ് യോഗം മുമ്പാകെ പോലീസ് രേഖകൾ സമർപ്പിക്കും. ഇത് പരിശോധിച്ച് ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തും. കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ഇത് ആരോഗ്യവകുപ്പ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ 16-നാണ് കൈയിലെ 6ാം വിരൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റാനെത്തിയ ചെറുവണ്ണൂർ മധുരബസാർ സ്വദേശിയായ 4 വയസ്സുകാരിക്ക് നാവൽ ശസ്ത്രക്രിയ നടത്തിയത്. ബന്ധുക്കൾ പിഴവ് ചൂണ്ടിക്കാട്ടിയപ്പോൾ കുട്ടിയെ തിയേറ്ററിലേക്ക് തിരികെ കയറ്റി കൈവിരലിന് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചുവെന്നാണ് വകുപ്പ് തല അന്വേഷണ സംഘം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. സാധാരണ ചികിത്സാ പിഴവ് കേസുകളിൽ ഡോക്ടർമാർക്ക് ശുദ്ധിപത്രം നൽകിയാണ് മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാറുള്ളത്. എന്നാൽ ഈ കേസിൽ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സമ്മതം വാങ്ങാതെയാണ് നാവിന് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് നൽകിയത്. ഇതിന് തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തൽ. ബൈക്കിടിച്ച് റോഡിൽ വീണതിന് പിന്നാലെ മറ്റൊരു ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ കാൽനട യാത്രികനായ വയോധികൻ ചികിത്സയിൽ കഴിയവേ മരണത്തിന് കീഴടങ്ങി. കോക്കൂർ CH നഗറിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ കോക്കൂർ CH നഗറിൽ താമസിക്കുന്ന കുന്നത്ത് ഇബ്രാഹിം കുട്ടിയാണ് മരിച്ചത്. കോക്കൂർ ഹൈസ്കൂളിനടുത്ത് ചായക്കട നടത്തി വരികയായിരുന്നു. CH നഗറിൽ ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം. വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന ഇബ്രാഹിം കുട്ടി ബൈക്ക് തട്ടി റോഡിൽ വീഴുകയായിരുന്നു. പിറകെ വന്ന മറ്റൊരു ബൈക്കും ഇടിച്ചതോടെ കാലിനും തലയ്ക്കും ഗുരുതര പരിക്കേറ്റു. നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഇബ്രാഹിംകുട്ടി ശനിയാഴ്ച കാലത്താണ് മരണത്തിന് കീഴടങ്ങിയത്. മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും.
ശ്രീമധുര പഞ്ചായത്തിലെ ചേമുണ്ടിയിൽ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ പുള്ളിപ്പുലി. ചേമുണ്ടി കുന്നേൽ വീട്ടിൽ പരേതനായ സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് പുലിയെ കണ്ടത്. അയൽപ്പക്കത്തെ തോട്ടത്തിൽ ജോലി ചെയ്യാനെത്തിയ ഉടുമ്പൻ എന്ന മണിയാണ് പുലിയെ വീട്ടിനകത്ത് കണ്ടത്. വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഉള്ളിൽ കയറിയതായിരുന്നു. അപ്പോഴാണ് മുരൾച്ച കേട്ട് നോക്കിയപ്പോൾ കട്ടിലിനടിയിൽ പുലിയെ കണ്ടത്. പുറത്തേക്കോടി വാതിലടച്ച് സമീപത്തുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. സമീപവാസികൾ ഓടിയെത്തി വനപാലകർക്കും മറ്റും വിവരം നൽകി. വനപാലകരും റവന്യൂ പോലീസ് അധികൃതരും പഞ്ചായത്ത് പ്രസിഡന്റ് സുനിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും എത്തി പുലി രക്ഷപ്പെടാനാവാത്ത വിധം വാതിൽ പലക വെച്ച് അടച്ചുറപ്പുവരുത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മയക്കുവെടി വയ്ക്കാൻ തെക്കുമറാടയിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ എത്താൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ. സെബാസ്റ്റ്യന്റെ മകൻ തങ്കച്ചന്റെ കൂടെയാണ് ചിന്നമ്മ താമസിക്കുന്നത്. ഇത് കാരണം കഴിഞ്ഞ 6 വർഷമായി വീട്ടിൽ ആൾ താമസമില്ല. എപ്പോഴാണ് പുലി കയറിക്കൂടിയതെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മയക്കുമടി വെച്ച് രാത്രിയോടെ പുലിയെ പിടികൂടി. DFO വെങ്കടേഷ് പ്രഭു, RDO സെന്തിൽകുമാർ, മറ്റ് വനപാലകരും പോലീസ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.